أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تبارك الذي بيده الملك وهو على كل شيء قدير. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും നമ്മളെ എല്ലാവരെയും സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന, എല്ലാറ്റിനും കഴിയുന്നവനായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അതിവിശാലമായിട്ടുള്ള, വിസ്തൃതമായിട്ടുള്ള, അതിർത്തികൾ നിർണ്ണയിക്കാൻ പറ്റാത്ത ഈ മഹാപ്രപഞ്ചത്തെക്കുറിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകളും വൃത്താന്തങ്ങളും നമ്മുടെ ചില ആലോചനകളും ചിന്തകൾക്കും നമ്മുടെ മനസ്സിൽ വിധേയമാക്കിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ ആവർത്തിച്ച് ചൂണ്ടിക്കാണിച്ചു തരുന്നതാണ് പ്രവിശാലമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച്. യഥാർത്ഥത്തിൽ നമുക്ക് ബോധ്യപ്പെടേണ്ട ഒട്ടനവധി കാര്യങ്ങളെ ബോധ്യപ്പെടുത്തി തരാൻ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പും അതിൻ്റെ വിശാലതയെയും കുറിച്ചുള്ള ചിന്തകളെ കൊണ്ടാവും എന്നത് വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. വിശുദ്ധ ഖുർആനിലെ അൽ മുൽക്ക്, സൂറത്തുൽ മുൽക്ക് എന്ന് പറയുന്ന അധ്യായത്തിൻ്റെ ആദ്യ വചനമാണ് നമ്മളിപ്പോൾ ഓതി കേട്ടിട്ടുള്ളത്. രാജാധിപത്യം, അധികാരം, ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സർവാധികാരി, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവായിട്ടുള്ള അള്ളാഹുവാകുന്നതാണ്. ആ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുമ്പോൾ തന്നെ ഈ മഹാപ്രപഞ്ചത്തെ നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന ഏറ്റവും വലിയ കാര്യം, ഈ പ്രപഞ്ചത്തെ ആരാണോ സൃഷ്ടിച്ചത് ആ സൃഷ്ടികർത്താവായ അള്ളാഹു അങ്ങേയറ്റത്തെ കാരുണ്യത്തിൻ്റെയും ഔദാര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഉടമസ്ഥനാണ്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്. ആരുടെ കയ്യിലാണോ ഈ പ്രപഞ്ചത്തിൻ്റെ അധികാരമുള്ളത്, ആരാണോ ഈ മഹാപ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത്, അവൻ അനുഗ്രഹപൂർണനായിരിക്കും, ബർക്കത്തുള്ളവനായിരിക്കും. അവൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഏത് തലത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോഴും അവൻ്റെ കാരുണ്യത്തെയും അവൻ്റെ ഔദാര്യത്തെയും അവൻ്റെ മഹത്വത്തെയും നമുക്ക് ബോധ്യപ്പെടുന്നു. നാം ജീവിക്കുന്ന ഈ ഭൂമിയാണെങ്കിലും ഈ വിശാലമായ പ്രപഞ്ചമാണെങ്കിലും എല്ലാം അള്ളാഹുവിൻ്റെ മഹത്തായ ഔദാര്യത്തെയും കാരുണ്യത്തെയും കാണിക്കുന്നു. സൂര്യൻ, കത്തിജ്വലിച്ച് നിൽക്കുന്ന സൂര്യൻ, അതികഠിനമായ ചൂടുള്ള ആ സൂര്യൻ ഈ ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് എത്രമാത്രം അനിവാര്യമായിട്ടുള്ളതാണ്. ഒരൽപ്പം കൂടെ അള്ളാഹു നിശ്ചയിച്ച സ്ഥാനത്തും സൂര്യൻ ഭൂമിയോട് അടുത്താൽ ഈ ഭൂമി എല്ലാം കത്തിക്കരിഞ്ഞ് ഇല്ലാതായി തീരും. ഒരുപക്ഷെ അള്ളാഹു നിശ്ചയിച്ച ദൂരത്തെക്കാളും ഒരൽപ്പം അകലം സൂര്യൻ പാലിക്കുന്നുവെങ്കിൽ, ഭൂമിയിൽ നിന്ന് അകന്നു നിൽക്കുന്നുവെങ്കിൽ, സൂര്യന്റെ പ്രയോജനങ്ങൾ, ഈ ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള സൂര്യന്റെ പ്രയോജനങ്ങൾ മനുഷ്യന് ലഭിക്കാതെ പോകും. ഏതു കാര്യത്തിൽ ചിന്തിച്ചാലും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നമുക്ക് കാണാൻ പറ്റും. അള്ളാഹു മനുഷ്യർക്കു വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ ഭൂമി. ഒരു മനുഷ്യന് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം ഈ ഭൂമിയിലേക്ക് നാം വരുമ്പോൾ ഔദാര്യമായി, അനുഗ്രഹമായി അള്ളാഹു നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. മഴയും വെള്ളവും മണ്ണും എല്ലാം ഈ ഭൂമിയിൽ അള്ളാഹു സംവിധാനിച്ചു വെച്ചതെല്ലാം മനുഷ്യന് വേണ്ടിയാണ്. ഇതിലുള്ള ജീവജാലങ്ങളും എല്ലാ സൃഷ്ടിജാലങ്ങളും അതെല്ലാം മനുഷ്യന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ സന്ദേശം അള്ളാഹുവിന് നന്ദി ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. സഹോദരങ്ങളെ, കണക്കില്ലാത്ത അനുഗ്രഹങ്ങൾ നമുക്ക് തന്നിട്ടുള്ള അള്ളാഹുവിനോട് എത്രമാത്രം കടപ്പാടും എത്രമാത്രം നന്ദിയും നമുക്കുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചും അള്ളാഹു പരിചയപ്പെടുത്തുമ്പോൾ പറയുന്ന വാക്കുകൾ. തുടർന്ന് പറഞ്ഞത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എല്ലാ സംശയവും അതുമ തീരും. മരിച്ചിട്ട് നമ്മളെല്ലാവരും ഖബറുകളിൽ നിന്ന്, സെമിത്തേരികളിൽ നിന്ന് ആ നുരുമ്പി ദ്രവിച്ചു പോയ എല്ലുകൾ ഒരുമിച്ച് ചേർക്കപ്പെട്ട് വീണ്ടും ആ പഴയ മനുഷ്യനായി തിരിച്ചു വരും, പുനരുദ്ധരിക്കപ്പെടുമെന്നത് വിശ്വസിക്കാൻ കഴിയാത്തവർക്ക് എന്താണ് തെളിവ്? ഈ മഹാപ്രപഞ്ചം തന്നെയാണ് സുഹൃത്തുക്കളെ. ഒരു പക്ഷേ കടലിൻ തീരത്തുള്ള മണലുകളെക്കാളും എണ്ണം നക്ഷത്രങ്ങളും ഗോളങ്ങളും ഗ്രഹങ്ങളും ഈ മഹാപ്രപഞ്ചത്തിലുണ്ട്. അതിൽ ഒരു ഗ്രഹത്തിൽ ഒരു പേടകം സ്പർശിച്ചപ്പോൾ അതെന്തുമാത്രം അത്ഭുതമായിട്ടാണ് നമ്മൾ വിലയിരുത്തുന്നത്. തീർച്ചയായും അത് മനുഷ്യൻ്റെ ചിന്തയുടെയും കണ്ടുപിടുത്തത്തിൻ്റെയും ഏറ്റവും വലിയൊരു സംഭാവന തന്നെയാണ്. അങ്ങനത്തെ എത്ര ഗോളങ്ങളുണ്ട്, എത്ര ഗ്രഹങ്ങളുണ്ട്, എത്ര നക്ഷത്രങ്ങളുണ്ട് എന്നൊരു വേള നമ്മളൊന്ന്
മനസ്സിലൊന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. ആ പ്രപഞ്ചത്തിന്റെ വിശാലതയെക്കുറിച്ചാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഈ സൂറത്തിൽ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. ആ വിസ്തൃതിയെക്കുറിച്ചാണ്. അല്ലദീ ഖലഖ സബ്അ സമാവാതിൻ തിബാഖാ, ഒരാകാശമല്ല, അടുക്കടുക്കളായിക്കൊണ്ട് 7 വാനങ്ങൾ. ഇനി ഒന്നാം ആകാശം മുഴുവൻ നമ്മൾ ഗവേഷണം കണ്ടുപിടിച്ചാൽ തന്നെ 6 വിശാലമായ ആകാശങ്ങൾ വീണ്ടും മനുഷ്യന്റെ ചിന്തകൾക്കും പഠനങ്ങൾക്കും അപ്പുറത്ത് നിലനിൽക്കുന്നു എന്നതാണ് വലിയ യാഥാർത്ഥ്യം. എന്നിട്ട് അള്ളാഹു ചോദിക്കുന്ന ഒരു കാര്യം എന്താ അറിയോ? പരമകാരുണ്യകന്റെ സൃഷ്ടിപ്പിൽ എന്തെങ്കിലും തകരാറുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്? എത്ര കൃത്യതയോടുകൂടെ അതിൻ്റെ അകലവും അതിൻ്റെ ദൂരവും അതിൻ്റെ സഞ്ചാരവും എത്ര കൃത്യമായിട്ടാണ് നിർണയിച്ചത്. മനുഷ്യൻ അങ്ങോട്ടേക്ക് ലക്ഷ്യം വെച്ച് എത്തണമെങ്കിൽ അതിൻ്റെ അള്ളാഹു നിർണയിച്ച അതിൻ്റെ സ്ഥാനവും അതിൻ്റെ അകലവും അതിൻ്റെ കൃത്യതയോടുകൂടെ നിലനിൽക്കുന്നത് കൊണ്ടാണ് കണക്ക് കൂട്ടൽ തെറ്റാത്തത്. എന്തെങ്കിലും ഒരു ന്യൂനത ചൂണ്ടിക്കാണിക്കാനാകുമോ എന്നാണ് വീണ്ടും പറയുന്നു. ഫർജഉൽ ബസർ, വീണ്ടും വീണ്ടും ഗവേഷണങ്ങളും പഠനങ്ങളും നടത്തി നോക്കൂ. ഹൽ തറാ മിൻ ഫുതൂർ, എന്തെങ്കിലും ഒരു വിള്ളൽ, ഒരു വിടവ്, ഒരു ന്യൂനത അതിൻ്റെ സൃഷ്ടിപ്പിൽ കാണാൻ കഴിയൂ എന്ന് അള്ളാഹു വെല്ലുവിളിയോടുകൂടെ നമ്മളോട് ചോദിക്കുന്നുണ്ട്. വീണ്ടും പറയുന്നു സുമ്മർജിഉൽ ബസറ കറതൈനി യൻഖലിബു ഇലൈക്കൽ ബസറു ഖാസിഅൻ വഹുവ ഹസീർ. വീണ്ടും വീണ്ടും നോക്കൂ. നിരാശപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ ദൃഷ്ടികൾ തിരിച്ചു വരുന്ന എന്തിനാ നിരാശ? ഒരു തകരാറും കാണാത്തതിൻ്റെ നിരാശ, അതോ ഈ മഹാപ്രപഞ്ചത്തിന്റെ അറ്റം കണ്ടുപിടിക്കാനാവാത്തതിൻ്റെ നിരാശയോ? മനുഷ്യന്റെ പര്യവേഷണങ്ങൾക്കും ഗവേഷണങ്ങൾക്കും ഒരിക്കലും അതിരുകൾ കണ്ടെത്താൻ പറ്റാത്ത, സൃഷ്ടിപ്പിലൊരു ന്യൂനതയും കണ്ടെത്താൻ പറ്റാത്ത ഈ മഹാപ്രപഞ്ചത്തെ കാണിച്ച അല്ല പറയണത് അള്ളാഹ്ക്ക് എല്ലാത്തിനും പറ്റുന്ന. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളൊക്കെ എഴുന്നേറ്റ് വരും. ഉറക്കത്തുനിന്ന് ഉണർന്ന് എഴുന്നേറ്റ് വരുന്നത് പോലെ എഴുന്നേറ്റ് വരും. നമ്മുടെ മനസ്സിൽ പതിയേണ്ടതുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ തൊട്ടടുത്ത വചനത്തിൽ അള്ളാഹ് എന്താ പറഞ്ഞത് അറിയോ? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. മരണവും ജീവിതവും നിശ്ചയിച്ചതും ഈ മഹാപ്രപഞ്ചത്തെ രൂപകൽപ്പന ചെയ്ത അതേ പടച്ചോൻ തന്നെയാണ് നമ്മുടെ മരണവും ജീവിതവും ഒക്കെ നിർണയിച്ചത്. അതുകൊണ്ട് മരണത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും എന്തെല്ലാം അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ അത് ഈ മഹാപ്രപഞ്ചം ഒരു സത്യമായി നിലകൊള്ളുന്നത് പോലെ ആ സത്യങ്ങളും യാഥാർത്ഥ്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടുവരുന്നതാണ്. അതുകൊണ്ട് അതിലൊന്നും യാതൊരു സംശയത്തിനും അവകാശമില്ലാന്ന്. മനുഷ്യൻ എങ്ങനെയാണ് എഴുന്നേറ്റ് വരിക എന്നതിൽ സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് അള്ളാഹു ഈ പ്രപഞ്ചത്തെ തന്നെയാണ് തെളിവായിട്ട് ചൂണ്ടിക്കാണിച്ചത്. അഅൻതും അശദ്ദു ഖൽഖൻ അമിസ് സമാഉ ബനാഹാ റഫഅ സംകഹാ ഫസവ്വാഹാ വഅഗ്തശ ലൈലഹാ വഅഖ്റജ ളുഹാഹാ വൽ അർള ബഅദ ദാലിക ദഹാഹാ വഅഖ്റജ മിൻഹാ മാഅഹാ വമർആഹാ വൽ ജിബാല അർസാഹാ അഅൻതും അശദ്ദു ഖൽഖൻ അമിസ് സമാഉ ബനാഹാ. നിങ്ങളെയാണോ സൃഷ്ടിക്കാൻ പ്രയാസം, അതോ ഈ ആകാശത്തെയോ? ഈ വിശാലമായ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് അത്ര പണിയുണ്ടോ ഖബറിന്ന് ഒരാളെ പിടിച്ച് എഴുന്നേൽപ്പിക്കാന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. ജീവൻ തിരിച്ചു കൊടുക്കാൻ ഈ ഭൂമിയെ സൃഷ്ടിച്ചതിനേക്കാൾ, രാപ്പകലുകളെ സൃഷ്ടിച്ചതിനേക്കാൾ, ഈ ഭൂമിയിൽ നമുക്ക് വേണ്ട വിഭവങ്ങളും സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയതിനേക്കാളും പണിയുണ്ടോ മനുഷ്യന്? അപ്പോൾ ഈ വിശാലമായ പ്രപഞ്ചത്തെ തന്നെയാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനും പുനരുദ്ധാരത്തിനൊക്കെ തെളിവായിക്കൊണ്ട് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യങ്ങൾ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ചും അള്ളാഹുവിൻ്റെ കഴിവിനെക്കുറിച്ചും രണ്ടാമതുള്ള തിരിച്ചു വരവിനെക്കുറിച്ചും എല്ലാം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച പോലെ ഒരു നരകവും സ്വർഗവും യാഥാർത്ഥ്യമായി നിൽക്കും. ലോകത്ത് ജനിച്ചവരെല്ലാം അവിടെ വരും. ആകാശത്തിൻ്റെ മനോഹരമായ നക്ഷത്രങ്ങളെയും സൗന്ദര്യത്തെയും ചൂണ്ടിക്കാണിച്ച അല്ലാഹ് അതാ പറയണത്, വലഖദ് സയ്യന്നസ് സമാഅ ദുനിയാ ബിമസാബിഹ് വജഅൽനാഹാ റുജൂമൻ ലിശ്ശയാത്തീൻ വഅഅതദ്നാ ലഹും അദാബസ് സഈർ. മനോഹരമായ അലങ്കരിക്കപ്പെട്ട ആകാശങ്ങൾ, ഭൂമി നിന്ന് നോക്കിയാൽ അലങ്കരിച്ച് നിൽക്കുന്ന ആ നക്ഷത്രങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാണ്, ഒരു കത്തിജ്വലിക്കുന്ന നരകത്തെ ഞാൻ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ്. ആ നരകത്തിൻ്റെ ഗർജനങ്ങൾ, അതിലേക്ക് കൂട്ടം കൂട്ടമായ ആളുകൾ പതിക്കുന്നതിൻ്റെ രംഗങ്ങൾ, അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, അതൊക്കെയാണ് പിന്നെ അള്ളാഹു തിരിച്ചു വിവരിക്കുന്നത്. അതുകൊണ്ട് ഈ വലിയ യാഥാർത്ഥ്യങ്ങളും വസ്തുതകളൊക്കെ കാണുമ്പോഴേ നമ്മുടെ ബോധ്യത ഒന്നും കൂടെ വർദ്ധിക്കണം.
നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾക്ക് നമ്മൾ തീരുമാനമെടുക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ജീവിതവും മരണം വെച്ചത് എന്തിനാണ്? നിങ്ങൾ പ്രവർത്തിക്കുന്നവരാരാണെന്ന് അറിയാനല്ല. അഹ്സനു അമല, ഇഖ്ലാസോടുകൂടെ, നിഷ്കളങ്കതയോടുകൂടെ, അള്ളാഹു പറഞ്ഞതുപോലെ, അള്ളാഹു നിർദ്ദേശിച്ചതുപോലെ ആത്മാർത്ഥമായി അഹ്സനു അമല, ഏറ്റവും നല്ല പ്രവൃത്തി ആര് ചെയ്യുമെന്ന് അറിയാനാണ് അള്ളാഹു നിശ്ചയിച്ചത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആ ബോധ്യം നമ്മളിൽ എല്ലാവരും പ്രവർത്തിക്കണം. വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ എപ്പോഴാണ് ജീവിതത്തിൽ ഏറ്റവും അധികം നമ്മൾ പ്രയാസപ്പെടുക? എപ്പോഴാണ് സുഹൃത്തുക്കളെ? ഒറ്റപ്പെടുമ്പോഴാണ് പ്രയാസം. വാർദ്ധക്യം കൊണ്ടോ, അല്ലെങ്കിൽ ബന്ധുക്കളും കുടുംബങ്ങളും നമ്മളെ തിരിഞ്ഞു നോക്കാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ വരുമാനങ്ങളും ജീവിതമാർഗങ്ങളും അറ്റുപോകുമ്പോഴോ, നമ്മൾ ആർക്കും വേണ്ടാതായി തീരുമ്പോഴൊക്കെ വല്ലാത്തൊരു മാനസിക വിഷമം നമ്മൾ അനുഭവിക്കും ജീവിതത്തിൻ്റെ ഏറ്റവും. എന്നാൽ നമ്മൾ ആലോചിക്കണം, വാർദ്ധക്യം നമുക്ക് നൽകുന്ന ആ സൂചനകളുണ്ടല്ലോ, എല്ലാവരും തിരക്കിലായി നമ്മളൊക്കെ ഒറ്റപ്പെട്ടു പോകുമ്പോഴുള്ള സൂചനകളുണ്ടല്ലോ, ആ സൂചനകളുടെ തീക്ഷ്ണ രൂപമാണ് മരണവും മരണാനന്തര ജീവിതമൊക്കെ. മരിക്കുമ്പോൾ എല്ലാ സന്ദർഭത്തിലും, എല്ലാറ്റിലും, ദുഃഖത്തിലും സന്തോഷത്തിലും ഒക്കെ പങ്കുകൊള്ളാൻ ആളുണ്ടായിരുന്നില്ലേ സുഹൃത്തുക്കളെ? പക്ഷെ മരണത്തിൻ്റെ വേദനകളിൽ പങ്കാളികളാകാൻ ആർക്കാ പറ്റുക? ഒന്ന്, അത് ഇവിടെ നടക്കണ കാര്യമല്ല. ഇവിടെ വെച്ച് നടക്കണ എല്ലാ കാര്യങ്ങളിലും നമുക്ക് എന്ത് ചെയ്യുന്ന കാര്യങ്ങൾ, ആളുകൾക്ക് നമ്മളെ സഹായിക്കാനും സഹകരിക്കാനും പറ്റും. എന്നാൽ മലക്ക് വരുന്നതും ആത്മാവിനെ പിടിക്കുന്നതും മലക്കിൻ്റെ അടുക്കൽ നിന്ന് ശിക്ഷകൾ ഏറ്റുവാങ്ങുന്നതും ഒക്കെ ആർക്കാ കഴിയുക? കൈ നീട്ടിപ്പിടിച്ച് ഓങ്ങിപ്പിടിച്ച മലക്കുകളെ ആരെങ്കിലും കാണോ സുഹൃത്തുക്കളെ? മരിക്കുന്നോ മാത്രമേ കാണൂ. അതുകൊണ്ട് ഏകാന്തമായ മരണത്തിൻ്റെ അനുഭവം മുതൽ തുടങ്ങുന്നത് പിന്നെ ഒറ്റക്കുള്ള യാത്രയാണ്. വലക്കത് ജിഅ്തുമൂനാ ഫുറാദ. ഖബറിൻ്റെ പ്രതീകാത്മകത തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് ഇരുട്ടറയിലെ ഏകാന്തവാസത്തെയാണ്. അതുകൊണ്ട് അതൊക്കെ യാഥാർത്ഥ്യങ്ങളായി പുലരും. അള്ളാഹുവിൻ്റെ ഒരു വാക്കുകളും വെറുതെയാവില്ലെന്ന് ഈ മഹത്തായ ദൃഷ്ടാന്തങ്ങൾ അതൊക്കെ കഴിയുമോ ചോദിക്കരുത്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ പ്രപഞ്ചത്തെ ചൂണ്ടിക്കാണിച്ച് അല്ല വേണത് എല്ലാറ്റിനും കഴിയുന്നവനാണ്. അള്ളാഹുവിന്റെ ഒരു വാക്കിലും സംശയിക്കേണ്ടതില്ല. അള്ളാഹു പറഞ്ഞ ഒരു വാഗ്ദാനത്തിലും നമുക്ക് മനസ്സിൽ ആശങ്ക വേണ്ട. തബാരക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇത്ര സൂക്ഷ്മമായി കൃത്യതയോടുകൂടെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുവാനും അതിനെ നിയന്ത്രിക്കുവാനും അതിനെ സമാധാനപൂർവ്വം സംവിധാനിച്ച് നിർത്തുവാനും നിലനിർത്തുവാനും പരിരക്ഷിക്കുവാനും കഴിയുന്നവന് കഴിയാത്തതൊന്നുമില്ല. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതുകൊണ്ട് ആ ഓരോ ഘട്ടങ്ങളും വരും. ഖബർ മാത്രമല്ല, പിന്നെ പരലോകത്തോ വലക്കത് ജിഅ്തുമൂനാ ഫുറാദ. ഒറ്റയ്ക്ക് തന്നെയാണ് വരുന്നത് സുഹൃത്തുക്കൾ. അവിടെ ഉണ്ടാകുന്ന എല്ലാ പ്രതികൂലതകളും അനുകൂലതകളും എല്ലാം നമുക്ക് മാത്രം, നമ്മുടെ പ്രവർത്തനങ്ങളുമായി മാത്രം ബന്ധപ്പെട്ടതാണ്. ഇൻ അഹ്സൻതും അഹ്സൻതും ലി അൻഫുസിക്കും. നാം ചെയ്യുന്ന നന്മകൾ നമുക്ക് വേണ്ടി മാത്രം. സന്മാർഗം സ്വീകരിച്ചാൽ അത് നമുക്ക് മാത്രമാണ്. പക്ഷെ സുഹൃത്തുക്കളെ, വല്ലാത്തൊരു മാറ്റം നമ്മുടെ നാടിനും നമ്മുടെ സമൂഹത്തിനും വന്നിട്ടുണ്ട്. ചിലപ്പോൾ ചില തലമുറകളിൽ മാത്രം, ചില പ്രായത്തിൽ മാത്രം അനുഭവിച്ചത് എല്ലാ പ്രായക്കാർക്കും എല്ലാ കാലക്കാർക്കും കിട്ടുന്ന രൂപത്തിലാണ് നമ്മുടെ ചുറ്റുപാടുകൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഒരു മനസ്സാകുന്നു. എല്ലാവരും ഒരേ വിനോദങ്ങളിലേക്കും ഒരേ ആഹ്ലാദങ്ങളിലേക്കും കാര്യങ്ങളിലേക്കും പോകുന്നൊരു സ്ഥിതിവിശേഷമാണ് സത്യത്തിൽ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ നാം ഓരോരുത്തരും നമ്മളെക്കുറിച്ചും നമ്മുടെ ജീവിതത്തെക്കുറിച്ചും ആത്മാർത്ഥമായി ചിന്തിക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനം, നമ്മുടെ തീരുമാനങ്ങളിൽ നിന്ന് നമ്മൾ ഒരിക്കലും പതറിപ്പോകരുത്. അതാണ് ഏറ്റവും. എന്ത് തീരുമാനം? അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുമെന്ന നമ്മുടെ തീരുമാനത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഒരു സാഹചര്യത്തിലും നമ്മൾ നൽകാൻ പാടില്ല. അതാണ് നമ്മുടെ ജീവിതം ശരിയായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനെന്താണ് നമ്മളെ പ്രേരിപ്പിക്കേണ്ടത്? നമുക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ളത് ഇവിടുത്തെ വിനോദങ്ങളോ ആഘോഷങ്ങളോ സന്തോഷങ്ങളോ സമ്പത്തോ ഒന്നുമല്ല. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. അല്ലാഹുവിനേക്കാളും പ്രിയങ്കരമായി നമുക്കൊന്നുമില്ല. പടച്ചോൻ പിണങ്ങരുത്, പടച്ചോൻ നമ്മൾ തെറ്റരുത്. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒന്ന് എന്നിൽ നിന്നുണ്ടാവരുത് എന്നതാണ് ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനം. അവിടെ നമ്മൾ മറ്റുള്ള ആരെയും നമ്മൾ വകവെക്കൂല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ തീരുമാനമാണ് ഏറ്റവും പ്രധാനം. നമ്മളൊക്കെ പലതും ചെയ്യേണ്ടെന്ന് തീരുമാനിക്കുന്നു, പക്ഷെ അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചു വരുന്നു. ആ ആവർത്തിച്ചു വരുന്നത് എന്തുകൊണ്ട് എന്നതിന്
ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഒന്നെന്താണ്? ഒരു ശക്തമായ തീരുമാനമല്ല. എൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചെയ്യില്ലെന്ന് തീരുമാനിക്കുന്ന കാര്യത്തിൽ നമുക്കൊരു തീരുമാനം വേണം. രണ്ടാമത്, ആ തെറ്റുകളിലേക്ക് വീണ്ടും വീണ്ടും നമുക്ക് അവസരങ്ങൾ ലഭിക്കുന്നു. അങ്ങനെയാണ് എന്ത് നിർത്തിവെച്ച തെറ്റിനും വീണ്ടും വീണ്ടും പ്രചോദനങ്ങൾ ലഭിക്കും. ആ പ്രചോദനങ്ങൾ ലഭിക്കുമ്പോൾ പിടിച്ചു നിൽക്കാതെ നമ്മൾ തിരിച്ചു പോകും. മൂന്നാമത്തൊരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ, എനിക്കൊന്നും പറ്റൂല, ഞാൻ എന്തായാലും എനിക്കൊരു വഴികേടും വരില്ല, ഞാൻ എവിടെ ജീവിച്ചാലും ഞാൻ അങ്ങനെ പോകും എന്നൊക്കെ നമ്മൾ വലിയ വർത്തമാനങ്ങൾ പറയും. പക്ഷേ പലപ്പോഴും നമ്മളൊക്കെ ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിലും പതറിപ്പോകുന്നു എന്നതാണ് ഒരു വസ്തുത. ജീവിതത്തിൻ്റെ ഏത് സന്ദർഭങ്ങളിലും നമ്മളുടെ തീരുമാനങ്ങളിൽ പിടിച്ചു നിൽക്കുവാൻ നമുക്ക് കഴിയണം. അതേപോലെ തന്നെ ഗഫ്ലത്ത്, അശ്രദ്ധ, എന്തൊക്കെ നടക്കുന്നു നോക്കും നിങ്ങൾ. ഇനിയിപ്പോൾ നമ്മളെ ഏറ്റവും അതേ പ്രായക്കാരനോ അതേ സാഹചര്യത്തിൽ ഒരാളോ മരിച്ചാൽ പോലും തൽക്കാലം ആ മരണവാർത്ത കേൾക്കുമ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഒന്ന് ആലോചിക്കും എന്നതിൽ കവിഞ്ഞ സുഹൃത്തുക്കളെ, ഇതേ ഒരവസ്ഥയിൽ ഞാനും വന്നു കിടക്കുമെന്ന് നമ്മുടെ മനസ്സിനെ പലപ്പോഴും അംഗീകരിപ്പിക്കാൻ പറ്റും. അതാണ് ഗഫ്ലത്ത് എന്ന് പറഞ്ഞാൽ, അശ്രദ്ധ എന്ന് പറഞ്ഞാൽ. എന്ത് കണ്ടാലും എന്തനുഭവിച്ചാലും എന്തെന്നെ വന്നാലും ജീവിതത്തിൽ എന്താണ് അശ്രദ്ധയിൽ നിന്ന് ഉണരാത്ത അവസ്ഥ. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തെ മാറ്റാൻ ജീവിത സാഹചര്യങ്ങളും ഏത് അവസ്ഥകളിലും നമുക്ക് സാധിക്കാതെ വരുന്നത് അതുകൊണ്ടാണെന്നാണ്. യഥാർത്ഥത്തിൽ തിന്മകളിൽ നിന്ന് ഖേദിച്ചു മടങ്ങുന്ന ഒരാൾക്ക്, തിന്മകളിൽ നിന്ന് പിൻവാങ്ങുന്ന ഒരാൾക്ക് യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ട ലക്ഷണങ്ങളെക്കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഒന്ന്, നമ്മളൊരു തെറ്റിൽ നിന്ന് മടങ്ങുന്നതിന് മുമ്പ് എങ്ങനെയാണോ ജീവിച്ചിരുന്നത് അതിനേക്കാളും നല്ലൊരു ജീവിതം ആ തെറ്റിനു ശേഷം വേണമെന്നാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞ, ഒരു തെറ്റ് ഒരാൾക്ക് സംഭവിച്ചാൽ ഒരു പക്ഷേ ജീവിതത്തിൽ അയാൾ തിരിച്ചു വരാൻ ആ തെറ്റായിരിക്കും കാരണം. ആ തെറ്റ് സംഭവിച്ചു പോയതായിരിക്കണം അയാളുടെ ജീവിതം തന്നെ ആകെ മാറി മറിയാനുള്ള സാഹചര്യം. അങ്ങനെയാണ് തെറ്റുകളെ കാണേണ്ടത്. ഒരു തെറ്റ് ചെയ്യാം, തൗബ ചെയ്യുക, വീണ്ടും ആവർത്തിക്കുക എന്നല്ല. എപ്പോഴെങ്കിലും ഒരു അബദ്ധം സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ അബദ്ധം സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ ദീൻ്റെ നിലവാരം എന്താണോ അതിൽ നിന്നും മെച്ചപ്പെട്ട ഒരു ദീനീ നിലവാരത്തിലേക്ക് വരുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾ ആ തിന്മയിലേക്ക് പിന്നെ തിരിച്ചു പോകാതെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഏത് സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ കുറിച്ചുള്ളൊരു ഭയം നമ്മുടെ മുന്നിൽ വേണം. ഏത് സമയത്തും അള്ളാഹുവിനെ കുറിച്ചുള്ളൊരു പേടി, അള്ളാഹു നമ്മുടെ കൂടെയുണ്ടെന്നും എല്ലാ കാര്യങ്ങളിലും നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നും ഇതിൻ്റെയൊക്കെ കണക്ക് ഞാൻ അവിടെ പോയി പറയേണ്ടി വരുമെന്നുള്ള ചിന്ത നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ നിർത്തിവെച്ച ഒരു തെറ്റിലേക്കും തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. എന്നാണ് മനസ്സിൽ തട്ടി ഹൃദയമുരുകി അള്ളാഹുവോടൊന്ന് കരഞ്ഞു പറയാൻ നമ്മുടെ മനസ്സുകൾക്കൊരു ഒരു ലോലത കൈവരിക്കണം. ആ ലോലത ഉണ്ടാകുമ്പോൾ തീർച്ചയായും നമ്മുടെ ഭക്തി നിലനിൽക്കും. തിന്മകളിലേക്ക് തിരിച്ചു പോകാതെ പിടിച്ചു നിൽക്കുവാൻ നമുക്ക് എന്ത് ചെയ്യും കഴിയും. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ തൃപ്തി നമുക്ക് ലഭിക്കണം. ആ തൃപ്തിക്ക് വേണ്ടിയുള്ള നിരന്തര പരിശ്രമങ്ങൾ, വഅ്ബുദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, മരിക്കുന്നത് വരെ ഇന്നത്തെക്കാളും മെച്ചപ്പെട്ട ഒരു ജീവിതത്തിന് നാളെ ആഗ്രഹിക്കുക, നാളത്തെക്കാളും മെച്ചപ്പെട്ട ഒരു ജീവിതത്തേക്ക് മറ്റന്നാൾ വേണമെന്ന് ആഗ്രഹിക്കുക. നമ്മുടെ ഭക്തിയും നമ്മുടെ ഈമാനും നിലനിർത്തിക്കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാൻ നിരന്തരം പരിശ്രമിക്കുക. അതിലൊന്നാണ് വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം നിരന്തരം ഓർമ്മപ്പെടുത്തലിൻ്റെ സുഹൃത്തുക്കളെ. തിന്മക്കുള്ള സാഹചര്യങ്ങൾ നൂറുകണക്കിന് മുന്നിൽ നിൽക്കുമ്പോൾ നന്മക്കുള്ള ഒരു സാഹചര്യം നമ്മൾ ബോധപൂർവം ഉണ്ടാക്കണ്ടേ? അത് വിശുദ്ധ ഖുർആന്റെ പഠനമാണ്. ഖുർആനുമായുള്ള ബന്ധം നിരന്തരം പാലിക്കുന്നവൻ്റെ മനസ്സിൽ തീർച്ചയായും തെറ്റുകളിൽ നിന്ന് അകലാനും നന്മയിൽ ജീവിക്കുവാനുമുള്ള പ്രചോദനങ്ങൾ അവർക്കുണ്ടായിക്കൊണ്ടിരിക്കും. നല്ലത് കേൾക്കുവാനും നല്ലവരോടൊപ്പം സഹവസിക്കുവാനും നന്മകളുടെ സ്ഥലങ്ങളിൽ പങ്കെടുക്കുവാനും നന്മകളോടൊപ്പം സഞ്ചരിക്കുവാനും നല്ല കാര്യങ്ങളെ സ്വീകരിക്കുവാനുമുള്ള ഒരു നല്ല മനസ്സ് എപ്പോഴും നമ്മൾ കാത്തു സൂക്ഷിക്കണം. അതുകൊണ്ട് ഇതെല്ലാം സത്യമാണ്, ഇതെല്ലാം യാഥാർത്ഥ്യമാണ്. ഈ മഹാപ്രപഞ്ചത്തെ നമ്മുടെ കണ്ണുകളെ കൊണ്ട് നാം കാണുന്ന പോലെ അള്ളാഹു എല്ലാറ്റിനും കഴിയുന്ന അള്ളാഹുവിൻ്റെ എല്ലാ പ്രസ്താവനകളും എല്ലാ വാഗ്ദത്തങ്ങളും എല്ലാ വാക്കുകളും നമ്മുടെ മുന്നിൽ പുലരുന്ന ദിവസമുണ്ട്. ആ സമയത്ത് റബ്ബന അബ്സർനാ വസമിഅനാ, ഇതുവരെ കേട്ടതെല്ലാം ഇപ്പോൾ കണ്ടിരിക്കുന്നു, കേട്ടിരിക്കുന്നു. ഫർജിഅനാ നഅമൽ സാലിഹൻ ഇന്നാ മൂഖിനൂൻ, തിരിച്ചു കൊണ്ടുപോ പടച്ചോനെ, ഞങ്ങൾക്ക് ഇപ്പൊ ബോധ്യപ്പെട്ടു. ഞങ്ങൾ ഈ നരകം കണ്ടു, സ്വർഗം കണ്ടു, വിചാരണ കണ്ടു, ഇപ്പോൾ ബോധ്യമായിട്ടുണ്ട്. ഞങ്ങളെ ഒന്ന് തിരിച്ചു കൊണ്ടുവന്നാൽ ഞങ്ങൾ നല്ലത് ചെയ്തു കൊള്ളാമെന്ന് കണ്ണിലും കാതിലും ഇതൊക്കെ നേരിട്ട് കാണുമ്പോൾ നമ്മൾ പറയുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആ കാഴ്ചയാണ് ഇപ്പോൾ യാഥാർത്ഥ്യങ്ങളായി
നാം അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലൂടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ബോധ്യപ്പെട്ട് അതിനനുസരിച്ച് ജീവിതത്തെ പരിവർത്തിപ്പിക്കുവാനും ഇന്നത്തെക്കാളും നല്ലൊരു മുഅ്മിനായി നാളെ ജീവിക്കുവാനുള്ള നമ്മുടെ പരിശ്രമങ്ങൾ നമ്മൾ നടത്തേണ്ടതിനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യും. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, എവിടെയെല്ലാം ഒരവസരം കിട്ടുന്നുവോ അവിടെയെല്ലാം ആഘോഷങ്ങളും വിനോദങ്ങളും അതേപോലെ തന്നെ യാതൊരു നിലക്കും താൻ ആരാണെന്ന് പോലും ഓർക്കാത്ത രൂപത്തിലുള്ള വിനോദങ്ങളും ആഘോഷങ്ങളുമാണ് ഇന്ന് എവിടെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ എല്ലാവരുടെയും മനസ്സുണ്ടായിരിക്കണം, ഫവറബ്ബിക ലനസ്അലന്നഹും അജ്മഈൻ, നിന്റെ രക്ഷിതാവാണേ സത്യം, ഞാൻ അവരോടെല്ലാവരോടും ചോദിക്കുക തന്നെ ചെയ്യും, അമ്മാ കാനൂ യഅമലൂൻ, അവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച്. അപ്പോൾ ഒന്ന് ആലോചിച്ചോളുണ്ടോ, നമ്മൾ എവിടെ പങ്കെടുക്കുകയാണെങ്കിലും എന്തിൻ്റെ ഭാഗമാകുകയാണെങ്കിലും എന്തിലേക്ക് നമ്മളുടെ ഒരു 10 രൂപ കൊടുക്കുകയാണെങ്കിലും നല്ലോണം ആലോചിച്ചോളുണ്ടോ, ഇത് അള്ളാനോട് പറയാൻ പറ്റുമോ? അറിയില്ലെങ്കിൽ ചോദിക്കുക. ഫസ്അലു അഹ്ല ദിക്ർ ഇൻ കുൻതും ലാ തഅലമൂൻ. അറിയില്ല എന്ന് പറയരുത്, അറിയില്ലെങ്കിൽ ചോദിച്ചു മനസ്സിലാക്കണം. ഒരു വിശ്വാസിയോടെല്ലാം അള്ളാഹു ചോദിക്കും, ആ ചോദ്യത്തിന് നമ്മൾ മറുപടി പറയേണ്ടി വരും. ഇപ്പം എന്താ ന്യായം? എല്ലാവരും ചെയ്യുമ്പോൾ ഞാൻ മാറി നിൽക്കാൻ പറ്റുമെന്നാണ്. ആളുകൾ നമ്മളെ പരിഹസിക്കില്ലേ? ആളുകൾ നമ്മളെ ഒറ്റപ്പെടുത്തില്ലേ? സുഹൃത്തുക്കളെ, നമുക്ക് ബോധ്യമുള്ളൊരു കാര്യം നമുക്ക് പ്രവർത്തിക്കാനാവില്ലെങ്കിൽ പിന്നെ നമുക്കെന്ത് വ്യക്തിത്വമാണുള്ളത്? എവിടെയും നിലനിൽക്കാൻ പറ്റണം. നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും പാടെ, കച്ചവടക്കാരെല്ലാവരും പാടെ ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കുമ്പോൾ അവിടെ കള്ള് വിളമ്പിയാൽ നമ്മൾ കുടിക്കുമോ? അവിടെ നമുക്കൊരു നിലപാടുണ്ട്. ആ നിലപാട് മാറ്റാൻ ഒരു സ്ഥലത്തും നമുക്ക് പറ്റില്ല. ആ ഉറച്ച നിലപാടാണ്. നിന്നോട് കൽപ്പിച്ചത് നീ ഉറക്കെ പറയും. നീ പറയുന്ന തൗഹീദിനോടും നീ പറയുന്ന ആശയങ്ങളോടും എതിര് നിൽക്കുന്നവരെ നീ അവഗണിക്ക്. പരിഹസിക്കുന്നവരെ കൈകാര്യം ചെയ്യാൻ ഞാൻ മതി, അത് ഞാൻ നോക്കിക്കോളാം, നീ നിന്റെ ആദർശവുമായി മുന്നോട്ട് പോവുക എന്നാണ്. സുഹൃത്തുക്കളെ, നോ പറയാനും പഠിക്കണം. വിശ്വാസി നോ പറയാൻ, എനിക്ക് പറ്റൂല എന്ന് പറയേണ്ടടുത്ത് പറ്റൂല എന്ന് പറയാൻ നമ്മൾ പഠിക്കണം. പറ്റൂല എന്ന് പറയാൻ പഠിക്കാതിരിക്കുമ്പോഴാണ് അവൻ്റെ അടുത്ത് വന്നിരുന്ന്, അങ്ങനെ ആണും പെണ്ണും അടുത്തിരിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് അറിയാം, പിന്നെ അവൻ എൻ്റെ ദേഹത്ത് അവൻ തൊടാൻ തുടങ്ങി, എങ്ങനെ ഞാൻ അവനോട് വേണ്ടെന്ന് പറയാമെന്നാണ് ഒരു പെൺകുട്ടി പറഞ്ഞത്. നമ്മൾക്ക് പരിചയമുള്ള ഒരാളോട് എങ്ങനെ വേണ്ടെന്ന് പറയാം? അന്യായമായി ദേഹത്തൊടുമ്പോൾ വേണ്ടെന്ന് പറയാൻ അവൾക്ക് പറ്റില്ലെങ്കിൽ അവൻ അടുത്തിരിക്കും, അതിൻ്റെ അപ്പുറത്തേക്ക് പോകും. വേണ്ടെന്ന് പറയാ, അത് നമ്മുടെ ഈമാൻ്റെ ഭാഗമാണ്. വിശ്വാസം പറ്റാത്തത് പറ്റുന്നതിന് പറയാൻ, എൻ്റെ വിശ്വാസത്തോട് യോജിക്കാത്തത് യോജിക്കില്ലെന്ന് പറയാൻ ഒക്കെ നമുക്ക് പറ്റുമ്പോഴേ നമുക്കൊരു വിശ്വാസിയായി നിലകൊള്ളാൻ പറ്റൂ. അതുകൊണ്ട് സുഹൃത്തുക്കൾ, ഒരു നിലപാട് വേണം നമ്മുടെ വിശ്വാസത്തിനനുസരിച്ച്, നമ്മുടെ ദീനിനനുസരിച്ച്. അങ്ങനെ നമ്മുടെ ആദർശങ്ങളെയും ആശയങ്ങളെയും ശരിയായി കാത്തു സൂക്ഷിച്ച് ഒരു ഇസ്ലാമിക വ്യക്തിത്വത്തോടുകൂടെ ജോലിസ്ഥലത്തും നാട്ടിലും പഠന കേന്ദ്രങ്ങളിലും റോട്ടിലും അങ്ങാടിയിലും അയൽപക്കത്തും എല്ലാം നിലകൊള്ളാൻ നമുക്ക് കഴിയുമ്പോഴേ നമ്മളും കുറ്റവാളികളെ മാറി നിൽക്കൂ എന്ന് പറയുമ്പോൾ കുറ്റവാളികൾക്കും മാറി നിൽക്കാതെ സ്വർഗത്തിലേക്ക് മാറി നിൽക്കാൻ പറ്റണമെങ്കിൽ നമുക്കൊരു വ്യത്യസ്തത വേണ്ടേ? നമുക്കൊരു വ്യതിരിക്തത വേണ്ടേ? അപ്പോഴല്ലേ മാറി നിൽക്കാൻ നമുക്ക് പറ്റൂ. അതുകൊണ്ട് മാറി നിൽക്കുന്നവർക്കേ നാളെ പരലോകത്തും മാറി നിൽക്കാനാവും. അതുകൊണ്ട് നമ്മുടെ ആദർശങ്ങളെ, നമ്മുടെ വിശ്വാസങ്ങളെ ശരിയായി കാത്തു സൂക്ഷിച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന യഥാർത്ഥ സത്യവിശ്വാസികൾ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മളൊന്ന് വന്നുപോയ തെറ്റുകളെ അള്ളാഹുവിനെ നമുക്ക് പുറത്തു മാപ്പാക്കി തരണം റഹ്മാൻ. ജീവിത പ്രതിസന്ധികളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന വളരെ പ്രയാസകരമായ അവസ്ഥയിൽ നിൽക്കുന്ന പല ആളുകളും നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് വേണ്ടി വെള്ളിയാഴ്ചകളിൽ പ്രത്യേകമായി വസിയത്ത് ചെയ്യാറുണ്ട്. അവരുടെ എല്ലാം വിഷമങ്ങളെ അള്ളാഹു നീക്കി കൊടുക്കുമാറാവട്ടെ. അള്ളാഹുയുടെ രോഗങ്ങളെ നീ സുഖപ്പെടുത്തി കൊടുക്കണം റഹ്മാൻ. എല്ലാ രോഗങ്ങളെയും സുഖപ്പെടുത്തുവാൻ കഴിവുള്ള നീ എല്ലാ ബുദ്ധിമുട്ടുകളും അവർക്ക് നീക്കി കൊടുത്ത അവരുടെ ബന്ധുക്കൾക്ക് മനസ്സമാധാനവും മനസ്സന്തോഷവും പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ
إنها ساءت مستقرا ومقاما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين اللهم صل على